ഐഷ ബസിയാർ. അപ്പോൾ നമ്മുടെ ക്രിസ്മസ് എക്സാമിന് ഇനി കുറച്ച് ദിവസം കൂടിയേ ഉള്ളൂ, ഒരുപാട് നമുക്ക് പഠിക്കാനുണ്ട് അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട, അതായത് എക്സാമിന് അത്രയും ഉറപ്പിക്കാൻ പറ്റുന്ന ഒരു ചോദ്യം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നാലോ, വളരെ ഈസി ആയിട്ട് നിങ്ങൾക്കൊന്ന് പഠിപ്പിച്ചു തന്നാലോ. ഓക്കെ, അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ ഏതാണെന്ന് വെച്ചാൽ ഫ്രം അഗ്രികൾച്ചർ ടു ഇൻഡസ്ട്രി എന്ന് പറയുന്ന ചാപ്റ്ററിലെ ആ ചാപ്റ്ററിൽ നിന്നിട്ടുള്ള ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഉറപ്പിക്കാം ഈ ചോദ്യം എന്തായിരിക്കും നമ്മൾ ക്രിസ്മസ് എക്സാമിന് ചോദിക്കുന്നതാണ്. ഇപ്പം തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, പെട്ടെന്ന് തന്നെ ഈ വീഡിയോ മാക്സിമം ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, എല്ലാവരും ലൈക്ക് ചെയ്യുക. ഒപ്പം തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയോ എന്നുള്ള കാര്യം ഈ വീഡിയോന് ശേഷം എന്ത് ചെയ്യുക, താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റും ചെയ്യാം. ഓക്കെ, സോ നമ്മുടെ ചോദ്യം ഏതാണെന്ന് വെച്ചാൽ അത്രയും മിസ് ഇത് 100% ഉറപ്പ് തരികയാണ്. ക്ലാസിഫിക്കേഷൻ ഓഫ് എക്കണോമിക് ആക്ടിവിറ്റീസ്, സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ വിഭജനം. ഇത് ബേസ് ചെയ്തിട്ട് ഒരു ചോദ്യം എന്തായാലും ഉണ്ടാവും. ഓക്കെ, എക്കണോമിക് ആക്ടിവിറ്റീസ് ഏതാണ്, സാമ്പത്തിക പ്രവർത്തനങ്ങൾ ഏതാണെന്നോ, അല്ലെങ്കിൽ അതിൻ്റെ എക്സാമ്പിൾസ് എന്താണെന്നോ, അല്ലെങ്കിൽ പ്രാഥമിക മേഖല എന്താണെന്നോ, സെക്കൻഡറി മേഖല എന്താണെന്നോ, അങ്ങനെ പല രീതിയിലും എങ്ങനെയെങ്കിലും ട്വിസ്റ്റ് ചെയ്തിട്ടൊക്കെ നമ്മളോട് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. പക്ഷേ എങ്ങനെ ചോദിച്ചാലും എങ്ങനെയാണ് നിങ്ങൾ ആൻസർ ചെയ്യേണ്ടതെന്നുള്ളത് മിസ് ഇതാ ഇപ്പം സെറ്റാക്കി തരാം കേട്ടോ. ഓക്കെ, അപ്പോൾ എക്കണോമിക് ആക്ടിവിറ്റീസിനെ അല്ലെ, എക്കണോമിക് ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തില്ലേ, നമുക്ക് പൈസ കിട്ടുന്ന പ്രവർത്തനങ്ങളെയാണ് നമ്മൾ എക്കണോമിക് ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് അല്ലേ. നമ്മളിതാ ജോലിക്ക് പോയിട്ട് പൈസ കിട്ടുന്നുണ്ട്, വേറെ പണികൾക്ക് പോയിട്ട് അങ്ങനെ നമ്മൾ പൈസക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ഉണ്ടാവില്ല, അതിനെയാണ് എക്കണോമിക് ആക്ടിവിറ്റീസ് എന്ന് പറയുക. ഓക്കെ, അപ്പോൾ ഇത് 3 എണ്ണമായിട്ടാണ് ഡിവൈഡ് ചെയ്തത്. എവിടെ പോയി? യെസ്, ഏതൊക്കെയാണ്? പ്രൈമറി സെക്ടർ, സെക്കൻഡറി സെക്ടർ, ടേർഷ്യറി സെക്ടർ. ഏതൊക്കെയാണ്? പ്രാഥമിക മേഖല, ദ്വിതീയ മേഖല, തൃതീയ മേഖല എന്നാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ പ്രൈമറി സെക്ടർ എന്ന് പറഞ്ഞാൽ അതായത് നമ്മുടെ നാച്ചുറൽ റിസോഴ്സസ്, പ്രകൃതി വിഭവങ്ങളുമായിട്ട് ഡയറക്റ്റ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഒരു മേഖലയാണ് പ്രാഥമിക മേഖല. അതുകൊണ്ട് തന്നെ ഇവിടെ കൃഷിക്കാണ്, അതായത് നമ്മുടെ അഗ്രികൾച്ചറിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ്. അതുകൊണ്ട് തന്നെ ഈ ഒരു മേഖലയെ കാർഷിക മേഖല എന്നും വിളിക്കുന്നു. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് പഠിക്കണം. ഇതിനെ എങ്ങനെ വിളിക്കുന്നുണ്ട്? അഗ്രികൾച്ചർ സെക്ടർ എന്നും വിളിക്കുന്നുണ്ട്. അതെന്തുകൊണ്ടാണ്? കൃഷിക്ക് പ്രാധാന്യമുള്ളത് കൊണ്ടാണ്. അപ്പോൾ ഇതിൻ്റെ ഉദാഹരണം ഏതൊക്കെയാണ് നമ്മൾ പഠിക്കേണ്ടത്? അഗ്രികൾച്ചർ, ഫോറസ്ട്രി, മൈനിങ്, ഫിഷറീസ്. ഏതൊക്കെയാണ്? കൃഷി, വനപരിപാലനം, ഖനനം, മത്സ്യബന്ധനം ഒക്കെ ഇതിൻ്റെ എക്സാമ്പിൾസ് ആണ്. അപ്പോൾ പ്രൈമറി സെക്ടർ, പ്രാഥമിക മേഖല ക്ലിയർ ആണല്ലോ. ഇനി രണ്ടാമത്തതാണ്, നടുവിലത്തെ ആളാണ് ദ്വിതീയ മേഖല അല്ലെങ്കിൽ സെക്കൻഡറി സെക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ സെക്കൻഡറി സെക്ടറിൽ എന്താ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ പ്രാഥമിക മേഖലയിൽ ഉണ്ടായിരുന്ന സാധനമില്ലേ, അതിനെ നമുക്ക് ഉപയോഗപ്രദമായിട്ടുള്ളൊരു സാധനമാക്കുന്ന നമ്മളുടെ സെക്കൻഡറി സെക്ടർ അല്ലെങ്കിൽ ദ്വിതീയ മേഖല എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒരു അസംസ്കൃത വസ്തുക്കൾ ഉപയോഗിച്ച് പുതിയ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന പ്രവർത്തനങ്ങൾ നടക്കുന്ന മേഖലയാണ് ദ്വിതീയ മേഖല എന്ന് പറയുന്നത്. ഇതിൻ്റെ മറ്റൊരു പേരാണ് ഇൻഡസ്ട്രിയൽ സെക്ടർ. അതെന്തുകൊണ്ടാണ്? ഇൻഡസ്ട്രീസിന്, വ്യവസായ മേഖലയ്ക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് കൊണ്ടാണ്. ഇതിനെ എന്തിനു പറയുന്നുണ്ട്? നമ്മൾ വ്യാവസായിക മേഖല എന്നും നമ്മൾ വിളിക്കുന്നുണ്ട്. അപ്പോൾ സെക്കൻഡറി സെക്ടറിന്റെ ഉദാഹരണങ്ങൾ എന്താ? വൈദ്യുതി ഉൽപാദനം, ടെക്സ്റ്റൈൽ വ്യവസായം, കെട്ടിട നിർമ്മാണം, കൺസ്ട്രക്ഷന്, ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി, പ്രൊഡക്ഷൻ ഓഫ് ഇലക്ട്രിസിറ്റി. ഇതൊക്കെ എവിടെയാണ്? സെക്കൻഡറി ഇൻഡസ്ട്രിയിലാണ്, ദ്വിതീയ മേഖലയിലാണ്. മനസ്സിലായില്ലേ? അപ്പോൾ പ്രൈമറി ഇൻഡസ്ട്രിയിൽ നമ്മൾ സാധനം എടുക്കുന്നു, റോ മെറ്റീരിയൽസ് എടുക്കുന്നു, അതിനെ നമുക്ക് ഉപയോഗപ്രദമായിട്ടുള്ള ഒരു സാധനമാക്കി ഇൻഡസ്ട്രീസിൽ നിന്നൊക്കെ പ്രൊഡക്ഷൻ പ്രോസസ്സിലൂടെ മാറ്റിയിട്ട് നമുക്ക് വേണ്ട സാധനമാക്കി മാറ്റുന്നത് നമ്മൾ ദ്വിതീയ മേഖലയാണ്. എന്നിട്ട് ഇതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ എവിടെയാണ് നടക്കുന്നതെന്ന് വെച്ചാൽ അത് അവസാനത്തെ തൃതീയ മേഖലയിലാണ്, ടേർഷ്യറി സെക്ടറിലാണ്. ഓക്കെ, ഇറ്റ് പ്രൊവൈഡ് ഓർ സപ്പോർട്ട് ടു എക്കണോമിക് ആക്ടിവിറ്റീസ് ഇൻ ദ പ്രൈമറി ആൻഡ് സെക്കൻഡറി സെക്ടർ അല്ലേ. ഇവരുടെ രണ്ടാവരുടെ പ്രവർത്തനങ്ങൾക്ക് കട്ട് സപ്പോർട്ട് കൊടുക്കുന്ന ആളാണ് ആര്? നമ്മുടെ ടേർഷ്യറി ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ. ഓക്കെ, അതായത് സ്റ്റോറേജ്, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പ്രൊഡക്ട്സ്, സാധനങ്ങൾ സൂക്ഷിച്ചു വെക്കുക, അത് എത്തിക്കേണ്ട സ്ഥലങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുക, അങ്ങനെയുള്ള സർവീസ് പരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ എവിടെയാണ് നടക്കുന്നത്? ടേർഷ്യറി സെക്ടറിലാണ്. അതുകൊണ്ട് തന്നെ ഇതിനെ നമ്മൾ എന്ത് വിളിക്കുന്നുണ്ട്? സർവീസ് സെക്ടർ എന്ന് വിളിക്കുന്നുണ്ട്. സേവന മേഖല എന്ന തൃതീയ മേഖലയെ വിളിക്കുന്നുണ്ട്. കാരണം ഇവർക്ക് വേണ്ടിയിട്ടുള്ള സപ്പോർട്ടും ഇവർക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ വേണ്ട സ്ഥലങ്ങളിലേക്ക് എത്തിക്കലുമാണ് ആരുടെ ഡ്യൂട്ടി? തൃതീയ മേഖലയുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ എക്സാമ്പിൾസ് നമുക്ക് എന്തൊക്കെ പറയാം? ബാങ്കിങ് ഉണ്ട്, ആരോഗ്യരംഗം ഉണ്ട്, വാർത്താവിനിമയം ഉണ്ട്. ബാങ്കിങ്, ഹെൽത്ത് കെയർ, കമ്മ്യൂണിക്കേഷൻ ഒക്കെയാണ് ഇവിടെ ഉദാഹരണമായിട്ട് വരുന്നത്. ഓക്കെ, സോ ദാ ഈ പിക്ചേഴ്സിൽ നോക്കിയാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ പ്രൈമറി സെക്ടർ എന്ന് പറഞ്ഞാൽ ആരാണ്? നമ്മുടെ കൃഷിയുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ളതാണ് അല്ലേ, കാർഷിക മേഖലയായിട്ട് ബേസ് ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ പ്രൈമറി സെക്ടർ, പ്രാഥമിക മേഖലയെ നമ്മൾ കാർഷിക മേഖല, അഗ്രികൾച്ചറൽ
സെക്ടർ എന്ന് വിളിക്കുന്നു. അതിൽ എന്തൊക്കെ വരും? കൃഷി വരും, ഡയറി ഫാമിംഗ് വരും, ഫിഷിംഗ് അല്ലെ മത്സ്യബന്ധനം വരും, ഫോറസ്ട്രി വരും. ഇനി സെക്കൻഡറി സെക്ടർ എന്ന് പറഞ്ഞാൽ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസാ. ഇവിടെയുള്ള സാധനം നമുക്ക് വേണ്ടിയിട്ടുള്ള കാർസ് ആക്കിയും ഇവിടെയുള്ള മരത്തടി ഉപയോഗിച്ചിട്ട് വുഡൻ ചെയർസ് ആക്കിയും ഒക്കെ മാറ്റുന്നത് നമ്മൾ എവിടെ നിന്നാ? ഇൻഡസ്ട്രീസിൽ നിന്നല്ലേ. അപ്പോൾ ആ പ്രവർത്തനങ്ങളൊക്കെ വരുന്നത് നമ്മളുടെ രണ്ടാമത്തെ ദ്വിതീയ മേഖലയാണ്. അതിനെയാണ് വ്യാവസായിക മേഖല അല്ലെങ്കിൽ മാനുഫാക്ചറിങ് അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ സെക്ടർ എന്നും പറയുന്നത്. എല്ലാം ഒന്ന് തന്നെയാണ്, സെക്കൻഡറി സെക്ടർ ആണ്. ഇനി അതിനുശേഷം ടേർഷ്യറി സെക്ടർ ഉണ്ട്. ഇവർക്ക് രണ്ടാക്കും കട്ട സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവരെ സർവീസ് സെക്ടർ എന്നും പറയുന്നുണ്ട്. തൃതീയ മേഖലയെ സേവന മേഖല എന്നും പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ കമ്മ്യൂണിക്കേഷന്, ബാങ്കിങ്, ആരോഗ്യരംഗം ഇതെല്ലാം എവിടെയാണ് വരുന്നത്? അവസാനത്തെ തൃതീയ മേഖലയിലാണ്. അപ്പൊ ഇത് മൂന്നുമാണ് നമ്മുടെ സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ വിഭജനം എന്ന് പറയുന്നത്. ഏതൊക്കെയാണ്? പ്രാഥമിക മേഖല, ദ്വിതീയ മേഖല, തൃതീയ മേഖല. പ്രൈമറി സെക്ടർ, സെക്കൻഡറി സെക്ടർ, ടേർഷ്യറി സെക്ടർ. പ്രൈമറി അഗ്രികൾച്ചർ സെക്ടർ, സെക്കൻഡറി ഇൻഡസ്ട്രിയൽ സെക്ടർ, ടേർഷ്യറി സർവീസ് സെക്ടർ ആണ്. പ്രാഥമിക മേഖല കാർഷിക മേഖല, ദ്വിതീയ മേഖല വ്യാവസായിക മേഖല, തൃതീയ മേഖല സേവന മേഖല എന്നും വിളിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ സംഗതി സെറ്റ് ആണല്ലോ. അപ്പൊ ഉറപ്പിച്ചോ നിങ്ങളുടെ ക്രിസ്മസ് എക്സാമിന് ഈ ഒരു ചോദ്യം ചോദിച്ചിരിക്കും. അപ്പൊ എല്ലാവർക്കും ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ താഴെ മിസ്സിന്റെ പേരോടൊപ്പം നിങ്ങളുടെ റിവ്യൂസ് കൂടെ അറിയിക്കാം. അപ്പൊ എല്ലാവർക്കും ബൈ.